ഗൈസ്, പ്രൊട്ടക്റ്റ് യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഈ ഒരു എറയിൽ നിങ്ങളുടെ ബ്രെയിൻ ഒപ്റ്റിമൽ ആണെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ സ്കൈ റോക്കറ്റ് ചെയ്യും. മിക്കവരുടെയും ബ്രെയിന് ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയിലെ ഡൂം സ്ക്രോളിങ്. അത് മൈന്യൂട്ട് കണ്ടൻറ്റ്, അതായത് 30 സെക്കൻഡിന് താഴെയുള്ള ഷോർട്ട് ഫോം കണ്ടൻറ്റ്. ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവർ അനുസരിച്ചിരിക്കും നിങ്ങൾ എത്ര ദൂരം പോകുമെന്ന് ജീവിതത്തിൽ. കാരണം നിങ്ങൾക്കിപ്പം ഒരു യൂട്യൂബർ ആണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരും. നിങ്ങളെന്തെങ്കിലും സ്കില്ല് ലേൺ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്രെയിൻ വേണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും ബ്രെയിൻ വേണം. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവുന്നുണ്ട്. മാക്സിമം ബെസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷനാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഹാബിറ്റ്. കാരണം ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, ബോഡി റിലാക്സ് ആകും, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നന്നായിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റാണ്. നിങ്ങൾ ബ്രെയിനിന് വേണ്ടിയുള്ള ഫുഡ് കഴിക്കുക. ബ്രെയിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, omega-3 അങ്ങനെയുള്ള വൈറ്റമിൻസ് ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കുക. പിന്നുള്ളത് സൺലൈറ്റ് ആണ്. സൂര്യപ്രകാശം ആരും കൊള്ളത്തില്ല. ഏകദേശം എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് സൺലൈറ്റ് കൊള്ളുക. സൺലൈറ്റ് കാരണം എണ്ണിയാൽ തീരാത്തത്രയും ബെനിഫിറ്റ് ഉണ്ട്. ഹോർമോൺ ബാലൻസ് ഉണ്ട്, ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യും. സോ സൺലൈറ്റ് കൊള്ളുക, അത് നല്ലതാണ്. നിങ്ങളുടെ ബ്രെയിനിന് വളരെയധികം നല്ലതാണ് സൺലൈറ്റ്. സർക്കേഡിയൻ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സൺലൈറ്റ് വേണം. സൺലൈറ്റ് മുഖത്ത് കൊള്ളുന്നതിനെക്കാട്ടി നല്ലത് പുറത്ത് കൊള്ളുന്നതായിരിക്കും. ഇല്ലേ മുഖം മൊത്തം ഒരുമാതിരി ടാൻ അടിച്ചിരിക്കും. അതുകൊണ്ട് പുറത്ത് കൊള്ളുന്നതായിരിക്കും നല്ലത്.